ഹലോ എവറി വൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സേമിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ചൂടായ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെർമിസെല്ലി ഇങ്ങനെ പൊട്ടിച്ച് വറുത്തെടുക്കാൻ നോക്കാം. ഞാൻ മേടിച്ചത് നീളത്തിലുള്ള വെർമിസെല്ലിയാണ്. അതുകൊണ്ട് ഇച്ചിരി എനിക്ക് ഈ ഫ്രൈ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഈ സ്പാച്ചുല കൊണ്ട് ഇങ്ങനെ കുത്തി സ്റ്റൗവിൽ വെച്ച് പൊടിക്കാൻ നോക്കി. പൊടിച്ചിട്ട് ഇങ്ങനെ വറുത്തെടുക്കുമായിരുന്നു. ഇങ്ങനെ കുത്തി നമ്മൾ ഇങ്ങനെ വറുത്തെടുത്താൽ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വെർമിസെല്ലി നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ഇതിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് നമ്മൾ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി നേരം വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കാൻ നോക്കുക. ഇങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കണം. സേമിയ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചട്ടി ചൂടാക്കാൻ വെക്കുക. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കുക. സവോള ഇടാം. ഒരു നീളത്തിലുള്ള പച്ചമുളക് രണ്ടായിട്ട് മുറിച്ചിട്ടതും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ചേർത്ത് ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു ഏകദേശം ഒരു പിങ്ക് കളറാകുന്ന വരെ വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ ചേർക്കുക. ഞാൻ ഇതിൽ ചേർത്തത് അരിഞ്ഞു വെച്ച ക്യാരറ്റും ബീൻസും പിന്നെ തക്കാളിയാണ്. പിന്നെ അതിൻ്റെ കൂടെ മസാല ആഡ് ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനെ വഴറ്റി വേവിച്ചെടുക്കാൻ നോക്കാം. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ വഴറ്റിയിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി കിട്ടും. പിന്നെ നമ്മൾ അടുപ്പെടുത്ത് മാറ്റിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ സേമിയ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മസാല സേമിയയിൽ നന്നായിട്ട് പിടിക്കുന്ന വശം എല്ലാം നമുക്ക് വഴറ്റി കൊടുക്കാം. ഇത് കുറച്ച് നേരം വഴറ്റിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അടി പിടിച്ചു പോകും. ഈ മസാല സേമിയയിൽ നന്നായിട്ട് സ്പ്രെഡാവുന്ന രീതിയിൽ എല്ലാം വഴറ്റിയെടുത്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ സേമിയ റെഡിയായി. ഹായ് എവരിബഡി, ഇത് സേമിയാണ്, നൂഡിൽസ് പോലെ. കുറച്ച് ചൂടോ സൗമ്യ പോലെ ചെയ്യൂലേ, അതുപോലത്തെ സേമിയ എന്ന് വിചാരിച്ചോ. സൗമ്യ അമ്മയുടെ ഫ്രണ്ട്.